ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് പാൻ കേക്ക് റെഡിയാക്കിയാലോ. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് 1/4 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മൈദക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു വിസ്കോ ഫോർക്കോ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റൊരു ബൗളിൽ 1/2 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരമായിട്ട് നമുക്ക് മെൽറ്റഡ് ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വിസ്ക് വെച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്നത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തവി വെച്ച് നമ്മുടെ പാനിലേക്ക് ചേർത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടുന്നതുകൊണ്ട് തന്നെ ചെറിയ കുഴിയുള്ള തവിയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചൂടായിരിക്കുന്ന ഫ്ലെയിമിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പാൻ കേക്ക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. ഇതൊരു വശം ഇതേപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാൻ കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എന്തോരം ആവശ്യമുണ്ട് അത്രയും മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ബാക്കി നമുക്ക് ബാറ്റർ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാനൊരു സെറ്റും കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്നാക്സ് ബോക്സിൽ വെക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും നമുക്ക് ഇതേപോലെ സ്നാക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ബോക്സിലേക്കുള്ള പാൻ കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സ്നാക്സ് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു നോർമൽ മധുരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തും കഴിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ സ്നാക്സ് ബോക്സിൽ ഇതേപോലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്താണ് വെക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് റെഡിയാക്കി കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിച്ചത്. ചോക്ലേറ്റി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.